ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർട്ടി വ്യക്തമാക്കിയതാണെന്നായിരുന്നു മറുപടി. മുഖ്യമന്ത്രി എന്ന നിലയിൽ മറുപടി പറയുന്നില്ല എന്നും പ്രസ് ക്ലബിൽ നടന്ന മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പറഞ്ഞു. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്നത്? എന്തായാലും നമുക്ക് ലഭിച്ച റിപ്പോർട്ട് പ്രകാരം ഈ അന്വേഷണ സംഘത്തിന് മേൽ ഭരണപക്ഷത്തിന്റെ ശക്തമായ ഒരു സ്വാധീനം, ആ അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു എന്നതിനടക്കമുള്ള വിവരങ്ങൾ ജനം TV പുറത്തുവിട്ടിരുന്നു. അതിന്റെ ഭാഗമായാണോ ഈ മുഖ്യമന്ത്രി ചോദ്യങ്ങളിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞു മാറുന്നത്? തീർച്ചയായും അശ്വതി, ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചോദിച്ച കൃത്യമായ ചോദ്യമായിരുന്നു. അതായത് ഈ ശബരിമല ക്ഷേത്രത്തിലെ സ്വർണം മോഷ്ടിച്ചതിന്റെ പേരിൽ ജയിലിൽ കഴിയുന്ന പത്മകുമാറിനെ എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നില്ല, ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാറിനെ എന്തുകൊണ്ട് അങ്ങനെ ഒരു നടപടി എടുക്കുന്നില്ല എന്ന ചോദ്യം. ആ ചോദ്യം വ്യക്തമായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഇത് പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, പാർട്ടി വ്യക്തമാക്കിയതാണ് എന്ന് മാത്രമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതായത് ആ വിഷയത്തിൽ കൃത്യമായ ഒരു പ്രതികരണം നടത്താൻ പോലും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാനുള്ള ഒരു ശ്രമം കൂടി മുഖ്യമന്ത്രി നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണം നടക്കുന്നുണ്ട്, അന്വേഷണം തൃപ്തികരമായി മുന്നോട്ട് പോവുകയാണ്, അന്വേഷണത്തിൽ ആർക്കും യാതൊരുവിധ പരാതിയുമില്ല, അന്വേഷണം ഭംഗിയായി തുടരട്ടെ എന്നുള്ള മുഖ്യമന്ത്രി ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് എല്ലാ ഘട്ടത്തിലും എല്ലാ വേദിയിലും പറഞ്ഞ അതേ മറുപടി അണുവിട തെറ്റാതെ ഇവിടെയും ആവർത്തിച്ചു എന്ന് മാത്രമാണ്. ഇത്തരം വിഷയങ്ങളിൽ പാർട്ടിയാണ്, ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ താൻ പറയുന്നത് ശരിയല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. പക്ഷെ മറ്റ് പല കാര്യങ്ങളിലും, കോടതിയുടെയും അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളിലൊക്കെ തന്നെ അതിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ അല്ലാതെ പാർട്ടി പ്രവർത്തകനായി മറുപടി പറയുന്ന മുഖ്യമന്ത്രിയും നമ്മൾ പല വേദിയിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, തുടർ ചോദ്യങ്ങൾ ചോദിക്കാൻ ഈ ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട തുടർ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് അതിനോട് പ്രതികരിക്കാതെ മാറി നിൽക്കുകയും ആ വിഷയം തനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒരു രീതി കൂടി മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ മീറ്റ് ദ പ്രസ് കോഴിക്കോട് പ്രസ് ക്ലബിൽ അങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ കൂടി ഇന്ന് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ശബരിമല വിഷയത്തിൽ ജയിലിൽ കഴിയുന്ന പാർട്ടിയുടെ സമുന്നതനായ നേതാവ് പത്മകുമാറിനെതിരെ ഒരു നടപടിയും ഇനി അങ്ങോട്ടും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ സംസാരത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രതികരണത്തിൽ നിന്ന് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അശ്വതി, തീർച്ചയായും അനഘ, അത് തന്നെയാണ് മനസ്സിലാകുന്നത്. ഈ പത്മകുമാറിനെ രക്ഷാ കവചം തീർക്കുന്ന മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും, അതാണ് കേരളത്തിൽ കാണുന്ന കാഴ്ച. എന്തായാലും മുഖ്യമന്ത്രി അല്ല മറുപടി പറയേണ്ടത്, പിന്നെ ആരാണ് ഈ സ്വർണ്ണ കവർച്ചയിൽ മറുപടി പറയേണ്ടത്? ആരാണ് പത്മകുമാറിനെ പുറത്താക്കേണ്ടത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ.